നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ആലപ്പുഴ സെന്ററിന് ആലപ്പുഴ അറ്റ്ലാന്റിക് കെയർ കെമിക്കൽസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് CSR ധനസഹായം ലഭിച്ചു. സെന്ററിന് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായുള്ള അടിസ്ഥാന വികസനത്തിനായി 2 ലക്ഷം രൂപയുടെ ചെക്ക് സ്ഥാപനത്തിന്റെ ഫിനാൻസ് മാനേജർ വരുൺ MS ആൽഫ ആലപ്പുഴ സെന്ററിലെത്തി കൈമാറി. സെന്റർ പ്രസിഡന്റ് ഷാജി ജമാൽ, സെക്രട്ടറി തോമസ് ജോർജ്, ജോയിന്റ് സെക്രട്ടറി ആൻസി ബെഞ്ചമിൻ എന്നിവർ ചേർന്ന് ചെക്ക് ഏറ്റുവാങ്ങി. സ്റ്റാഫ് അംഗങ്ങളായ ഫിസിയോതെറാപ്പിസ്റ്റ് ലാക്സി വിൻസെന്റ്, ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് ക്രിസ്റ്റീന റാണി, നഴ്സ് ബിന്ദു എന്നിവർ സന്നിഹിതരായിരുന്നു. ആൽഫ ചാലക്കുടി സെന്ററിന്റെ കെട്ടിട നിർമ്മാണത്തിന്റെ 2ാം ഘട്ട പണികൾ പുരോഗമിക്കുന്നു. 3 നിലകളിലായി 3300 സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന സെന്ററിൽ ആദ്യഘട്ടത്തിൽ ഫിസിയോതെറാപ്പിക്കായി വിശാലമായ ഹാളും ലിങ്ക് സെന്ററിന്റെ മറ്റു പ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യങ്ങളുമാണ് ഒരുക്കുക. താമസിയാതെ കിടത്തി ചികിത്സ നൽകാൻ കഴിയുന്ന ഹോസ്പീസ് ആയി പ്രവർത്തനം വിപുലീകരിക്കും. പ്രസിഡന്റ് ഉഷാദേവി, സെക്രട്ടറി ജോർജ് തോമസ്, ട്രഷറർ ലീല പൗലോസ്, വൈസ് പ്രസിഡന്റ് AL കൊച്ചപ്പൻ, ജോയിന്റ് സെക്രട്ടറി ശ്രീ തോമസ് കാണിച്ചായി എന്നിവർ കോൺട്രാക്ടർ ബിജു പെരേപ്പാടനുമായി സൈറ്റ് മീറ്റിംഗ് നടത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയും നിർമ്മാണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. ആൽഫ കൊടുങ്ങല്ലൂർ സെന്റർ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം പ്രസിഡന്റ് KA ഖദീജാബിയുടെ അധ്യക്ഷതയിൽ നടന്നു. ഫെബ്രുവരി മാസത്തെ വരവ് ചെലവ് കണക്ക്, മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവ അവതരിപ്പിച്ച് പാസാക്കി. ഹോസ്പീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം ഏപ്രിൽ ആദ്യവാരം പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ പുരോഗതി വിലയിരുത്തി. ഒപ്പം ECS പദ്ധതിയിൽ വോളണ്ടിയേഴ്സിനെ ചേർക്കാൻ തീരുമാനിച്ചു. ഹോം കെയർ പരിചരണത്തിൽ ഇരിക്കുന്നവരുടെ വീട്ടുകാരുടെ പ്രതികരണങ്ങൾ ഡോക്ടർ ജസ്നയും നഴ്സ് ലിൻസയും അവതരിപ്പിച്ചു. ട്രഷററായി ശ്രീകലയെ തിരഞ്ഞെടുത്തു. സെക്രട്ടറി CS തിലകൻ, ഇക്ബാൽ, NP സലിൻ, താഹ, PK ധർമ്മരാജ്, അബ്ദുൾ റഹീം, സീനത്ത് ടീച്ചർ, സുനജ, മുഹമ്മദ് ബാബു, അബൂബക്കർ, റുക്കിയ ജമാൽ, ഷക്കീല, ശ്രീകല, കുട്ടി കൊടുങ്ങല്ലൂർ, സഗീർ, സാദിഖലി, EV രമേശൻ, ഫിസിയോതെറാപ്പിസ്റ്റ് അജിത്, സ്റ്റാഫ് അംഗങ്ങളായ വിജയാമിന, സലീം എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.